ഹലോ, ഇന്ന് നമ്മുടെ കാവടി വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന ആ ദിവസമായി. അപ്പം ഞാൻ തേജുവിൻ്റെ ഷർട്ട് ഒന്ന് റെഡിയാക്കാണ്ടായിരുന്നു. ഈ ഷർട്ട് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും നല്ല ഉച്ച സമയമായിരുന്നു. അങ്ങനെ സിപ്പപ്പൊക്കെ വാങ്ങി വന്നപ്പോൾ ഈ രണ്ട് കുട്ടികളിൽ നിന്ന് സിപ്പപ്പ് കുടിക്കുന്നത് കണ്ട. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇനി എന്നിട്ടല്ലേ രണ്ട് തള്ളച്ചോട് നിൽക്കണോ കണ്ടാ? ഓടിപ്പോണോക്ക് രണ്ടാള് നോക്ക്. കാവടിക്ക് നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് ഫുഡൊക്കെ നമ്മൾ ഏൽപ്പിക്കുക ചെയ്തത് കേട്ടാ. ബിർമാണി ചിക്കൻ ആര് വെച്ചത്? ഞാൻ വെച്ച കറിയാ. ഞങ്ങള് കൊറേ കഴിക്കും. അളിയൻ ഓൺ ഡ്യൂട്ടി. ഇക്കൊല്ലം കൂടി മിക്കവാറും നമ്മുടെ ദേശക്കാവടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ കാവടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ പിന്നെ അറിയുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കാവടിയുടെ കോസ്റ്റ്യൂം. ഞാൻ ആദ്യമായിട്ടാണ് കാവടിക്ക് കോസ്റ്റ്യൂം എടുത്തിരിക്കുന്നത്. സാഹിത്തേട്ടനോ ഒന്നോൾക്കൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ എടുക്കണത്. ഞാൻ അല്ലെങ്കിൽ സെയിം കളർ നോക്കിയിട്ട് ഏതെങ്കിലും റെഡിമെയ്ഡ് ഒരു ഐറ്റം എടുക്കാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇത്തവണ ഇങ്ങനെ തയ്ക്കാന്നുള്ള പ്ലാനിൽ തയ്ച്ചത്. കാരണം ഇതിൻ്റെ വർക്കൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കും വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ AI ചോദിച്ച AI കാണിച്ചു തന്ന ഐഡിയ ആണ് കേട്ടോ ഞങ്ങൾക്കിത്. ഇത്തവണ കുപ്പികളൊക്കെ വാങ്ങി സെറ്റാക്കണം എന്ന് വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ നേരം കിട്ടാത്തതുകൊണ്ട് ഇതൊന്നും വാങ്ങാനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ആമയുടെ കല്യാണത്തിൻ്റെ കുറച്ച് ഐറ്റംസ് ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആമയുടെ കമ്മലൊക്കെ അടിച്ചു മാറ്റിയതേ വള അവളുടെ തന്നെ എല്ലാം ഉള്ളതല്ല ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. നല്ല ഫോട്ടോ കിട്ടാറുള്ളൂ. അപ്പൊ നമുക്ക് കാവടി കാണാം. അപ്പൊ ഞങ്ങള് കാവടി കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിത് വരുന്നേറ്റ് മുന്നേ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാ. തേജുട്ടിനെ ഏറ്റവും പേടിയുള്ള മുതലാണ് കേട്ടോ ഇന്ന് ഡാൻസ് കളിക്കണത്. അവന് ഭയങ്കര പേടിയാണ് അതിനെ. മാത്രമല്ല നമ്മുടെ ഇത്തവണ ബാൻഡ് സെറ്റൊക്കെ ഏൽപ്പിച്ചിരിക്കണം. എല്ലാ തവണയും നമ്മൾ മേള ഏൽപ്പിക്കാറ്. അപ്പം അതിൻ്റെ വെറൈറ്റി കൂടി ഉണ്ട്. ഞാൻ ആദ്യം നിന്നെടുത്തുനിന്നെങ്കിലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കാവടി നോക്കി നിൽക്കും. അല്ലെങ്കിൽ കോളേജിലായാലും എന്ത് ഗാനമേള പരിപാടികൾ വന്നാലും ഞാൻ എന്നെങ്കില്ല നിന്ന് ആസ്വദിക്കലായിരുന്നു.
നമ്മുടെ മുകളിലത്തെ കാവടി കഴിഞ്ഞിട്ട് പിന്നെ താഴെ കാവടി ഉണ്ട് കേട്ടോ, താഴെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ നേരം കൊട്ടിയിട്ടൊക്കെ പോകും. അപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനിട്ട് ടെടീനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്ക് നല്ലൊരു സ്ലോപ്പായിട്ട്. കാവടിയുടെ വ്ളോഗായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് മാത്രം വോയിസ് ഓവർ കൊടുത്തു പോണത്. നമുക്ക് ആ ഒരു ഓൺ വോയിസ് കിട്ടുമ്പോൾ വെച്ചാൽ നമ്മുടെ കാവടിയുടെ ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ പോകാണ്ടിരിക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതാണ് നമ്മുടെ മെയിൻ സെൻറ്റർ, നമ്മുടെ ചുവന്നമണ്ണ് സെൻറ്റർ. നമ്മുടെ ഈ പാലം അറിയാത്തത് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത്തിരി വൈറലായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അങ്ങനെ ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം അധികം കൊട്ടിയിട്ടാണ് നമ്മളിനി അമ്പലത്തിലേക്കാണ് നേരെ പോവുക. ഇക്കൊല്ലത്തെ കാവടിയും കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.